9 മണിയായപ്പോൾ അവിടെ പലചരക്ക് കച്ചവടം നടത്തുന്നൊരു ചേട്ടൻ സെമിത്തേരിയിൽ വന്നു. അദ്ദേഹം എല്ലാ കുഴികളിലൂടെയും ഇങ്ങനെ വെറുതെ നടന്നു. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാ കുഴികളിലൂടെ നടന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് സംസാരിക്കാൻ വന്നു. എന്നിട്ട് ആദ്യത്തെ ഡയലോഗ് ഇതായിരുന്നു: എല്ലാം എൻ്റെ കസ്റ്റമേഴ്സാണ്. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഞാൻ എല്ലാ കുഴികളിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഞാൻ അവരോട് പറയായിരുന്നു, കച്ചവടത്തിൻ്റെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. രണ്ടാമത്തെ കാര്യം, ഉടനെ തന്നെ ഞാനും അങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ വെച്ച് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അവിടെ എന്നെ വിദ്വേഷത്തോടെ സ്വീകരിക്കരുത് കേട്ടോ. പ്രിയമുള്ളൊരു സാധാരണക്കാരനാണ്, അധികം പഠിപ്പൊന്നുമില്ല, പക്ഷെ എന്തൊരു ദൈവശാസ്ത്രമാണ് പറഞ്ഞു വെച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോടും പ്രാർത്ഥിക്കണം. അവരവിടെ പോയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം തയ്യാറാക്കാൻ. അപ്പോൾ അവരോട് പറയണം, ഇവിടെ വെച്ച് ചെയ്തതൊന്നും കണക്കിൽ വെച്ചേക്കരുത്, അറിയാതെ പറ്റിപ്പോയതാണ്. അതുകൊണ്ട് ഒന്നും മനസ്സിൽ സൂക്ഷിക്കാതെ എന്നെ അവിടെ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കണേ. ഇത്രയും സുന്ദരമായ വേറൊരു ദൈവശാസ്ത്ര ചിന്തയില്ലെന്നാണ് അവർ. ഈ ദിവസങ്ങളിൽ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വരികയാണ്. അതിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ദൈവം നിങ്ങളോട് അവസാനമായി ഒരാളെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ കാണും? ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും. അതിന് മറുപടിയായി പറഞ്ഞത് എങ്ങനെയാണ്: ഒരുപാട് ഉത്തരങ്ങളുണ്ടായിരിക്കുമല്ലേ, പക്ഷേ ഇല്ലടോ, ദൈവം അങ്ങനെ അവസാനം ഒരു അവസരം ആർക്കും തരില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ അവസാനത്തേതാണെന്ന് വിചാരിക്കും, എന്നിട്ട് ജീവിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ആ മരണത്തിന് എങ്ങനെ ഒരുങ്ങണമെന്ന് ഇതിലും സുന്ദരമായ വേറൊരു വാക്കില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എനിക്ക് വിട്ടതാണ്. ഞാനവനെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞാൽ, ഇത് ശരിക്കും ആര് പറഞ്ഞാണ്? അച്ഛത് ഞാൻ തന്നെ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഓരോ പ്രവൃത്തിയും അവസാനത്തേതാണെന്ന് വിചാരിക്കും. വൈദികർ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ജോൺ മരിയ വിയാനിയെ പറ്റിയും അതോടൊപ്പം തന്നെ തോമസ് അക്വിനാസിനെയും പറ്റിയും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വാചകമുണ്ട്: ഇതെൻ്റെ ആദ്യത്തെ ബലിയാണ്, ഇതെൻ്റെ അവസാനത്തെ ബലിയാണ്, ഇതെൻ്റെ ഒരേ ഒരു ബലിയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഇടപെടുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം: ഇതെൻ്റെ ആദ്യത്തേതാണ്, അവസാനത്തേതാണ്, ഒരേ ഒരെണ്ണമാണ്. അങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ച എന്തൊരു കൃത്യതയോടെ ആയിരിക്കുമല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക.